സുഹൃത്തുക്കളെ, എല്ലാവർക്കും ബ്രെയിൻ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇരുട്ട് മൂടിയ ഒരു മുറി, അവിടെ കുറച്ച് ആളുകളെ വെച്ച് ക്ലാസ് എടുക്കുന്ന ഒരു മനുഷ്യൻ. ആ സീൻ കാണുമ്പോൾ തന്നെ അവരൊക്കെ എന്തോ വലിയൊരു കാര്യം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ. കൂട്ടത്തിലുള്ളവർ എല്ലാം ആ നേതാവിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അയാളുടെ ഓരോ വാക്കുകൾക്കും അവർ അത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന ആ മനുഷ്യനെ കാണാനാണെങ്കിലോ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരാളായിട്ട് നമുക്ക് തോന്നത്ത് പോലുമില്ല. ഒരു കണ്ണട എപ്പോഴും അയാൾ അണിഞ്ഞിട്ടുണ്ടാകും. അധികം വണ്ണമൊന്നും ഇല്ലാത്ത ഒരു ശരീരപ്രകൃതമാണ് അയാൾക്കുള്ളത്. ഇങ്ങനെയുള്ള ഒരാളെ എല്ലാവരും ഇത്രയേറെ ബഹുമാനിക്കുന്നതിന്റെ കാരണം എന്താണ്? അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ കേട്ടോ. അയാളുടെ പേര് പ്രൊഫസർ എന്നാണ്. അതെ, ഒരു രാജ്യത്തെ തന്നെ വട്ടം കറക്കി അധിക അക്രമങ്ങളൊന്നുമില്ലാതെ തന്നെ പ്രതിഷേധം അറിയിക്കാൻ തനിക്കും കൂടാളികൾക്കും വേണ്ട നോട്ടുകൾ സ്വന്തമായിട്ട് അച്ചടിച്ചെടുത്ത മനുഷ്യൻ. കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നിയിട്ടുണ്ടാകാമല്ലേ? പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു പോയിട്ടുമുണ്ടാകും. എന്നാൽ ശാന്തമായി ഇരുന്ന് തനിക്ക് നടക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ ചിന്തിച്ച് എതിരാളിയുടെ മനസ്സ് വായിച്ച് പ്ലാനിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും ടേണുകളൊക്കെ നമുക്ക് നൽകിയ മണി ഹീസ്റ്റ് എന്ന സീരീസിന്റെ നട്ടൽ എന്ന് തന്നെ പരാമർശിക്കാവുന്ന പ്രൊഫസർ എന്ന ക്യാരക്ടറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ലോകത്ത് ഏകദേശം 8.7 മില്യൺ ആനിമൽ സ്പീസീസ് ഉണ്ടാകാമെന്നാണ് ഇതുവരെയുള്ള നമ്മുടെ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം. അതിൽ ആഹാരത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് ദിവസേന പണിയെടുത്ത് പൈസ സമ്പാദിച്ച് അതുകൊണ്ട് വിശപ്പടക്കേണ്ടി വരേണ്ടത് ഏത് ജീവിക്കാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് മനുഷ്യനെന്നാണ്. എന്തൊക്കെ ജോലികളാണ് മനുഷ്യനെടുക്കുന്നത് അല്ലേ? പണത്തിന് വേണ്ടി കടുങ്കൈകൾ ചെയ്യാൻ പോലും അവരിടയ്ക്ക് തയ്യാറാകുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവന്റെ പണം തട്ടിയെടുക്കുന്നതിന് പകരം ആവശ്യത്തിനുള്ള പണം നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കാൻ സാധിച്ചാലോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അത് സാധിക്കുകയില്ല. കാരണം കണക്കില്ലാത്ത പണത്തിനെ കള്ളപ്പണമായിട്ടേ ലോകം പരിഗണിക്കുകയുള്ളൂ. ഈ പണം എന്നത് അച്ചടിക്കാനുള്ള അധികാരമാകട്ടെ ഓരോ രാജ്യത്തിൻ്റെയും അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേകതരം ബാങ്കുകൾക്കും മാത്രമാണ്. എന്നാൽ ഇനി ബാങ്കിൽ കയറി അങ്ങ് പണം അച്ചടിക്കാമെന്ന് കരുതിയാലോ? അകത്ത് കയറിയാൽ പിന്നെ അവിടുന്ന് തിരികെ യാത്ര പോലീസ് വാഹനത്തിലാകും. പക്ഷേ ഈ പോലീസുകാരെയും ആ രാജ്യത്തുള്ള മുഴുവൻ ഫോഴ്സിനെയും മണ്ടന്മാരാക്കാൻ സാധിച്ചാലോ? കാര്യം എളുപ്പമായി അല്ലേ? അതൊക്കെ ആരെയെങ്കിലും കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നേ ഉത്തരവുള്ളൂ. എന്നാൽ അങ്ങനെയും സാധ്യമായേക്കാം എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വെബ് സീരീസാണ് മണി ഹീസ്റ്റ്. ഇതിൽ പ്രൊഫസർ എന്ന ക്യാരക്ടർ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കുന്നതാണ് കഥയിൽ നമ്മളെ പിടിച്ചിരുത്തുന്നത്. തനിക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളെ പറ്റിയും പ്രൊഫസറിനെ മുൻകൂട്ടി തന്നെ അറിയാം. ഇനി തൻ്റെ പ്ലാൻ നടപ്പിലായില്ല എങ്കിൽ അത് നടപ്പിലാക്കാൻ അയാളുടെ കയ്യിൽ ഒരു പ്ലാൻ ബിയും ഉണ്ടാകും. അയാളെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ അയാളാണെങ്കിലോ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള നായകൻ ക്യാരക്ടറുകൾക്ക് ഉള്ള അത്ര ബോഡിയോ ശക്തിയോ ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷെ തനിക്ക് ചുറ്റുമുള്ളവരെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കണമെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. പ്രൊഫസറിന്റെ ബുദ്ധിശക്തിക്ക് മുന്നിൽ മറ്റു ശക്തികളൊന്നും തന്നെ അത്രയ്ക്ക് ശക്തമായത് അല്ലായിരുന്നു. അതെ, ഈ കഥയിലെ നായകൻ ശരിക്കും നായകനാകുന്നത് കളത്തിലിറങ്ങിയല്ല, പകരം കളത്തിലെ കളികൾ എങ്ങനെയാകണമെന്ന കഥ രചിച്ചുകൊണ്ടാണ്. ഇത് അയാൾക്ക് സാധ്യമാകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ അത് അയാൾ പ്ലാൻ ചെയ്യുമ്പോൾ പാലിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? പ്രൊഫസർ നാടിനെ മുഴുവൻ വട്ടം കറക്കി പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തി കാഴ്ചവെച്ച രഹസ്യത്തിലേക്ക്. എൻഗേജ് ദി ബെസ്റ്റ്. ഒരു ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു ടാസ്ക്കാണിത്. തൻ്റെ ടീമിലേക്ക് എടുക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര കഴിവുകളും കാര്യബോധവും ഉണ്ട് എന്നത് ഉറപ്പുവരുത്തേണ്ടത് ലീഡറിൻ്റെ ചുമതലയാണ്. ഇവിടെ പ്രൊഫസറും അങ്ങനെ തന്നെയായിരുന്നു. തൻ്റെ ദൗത്യത്തിൽ താൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് വേണ്ട വിധം പ്രാവർത്തികമാക്കാൻ കഴിവുള്ള ആളുകളെയായിരുന്നു അയാൾ ടീമിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത്. മാത്രമല്ല ഇതിൽ എല്ലാവരും പല പല കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരും പോലീസിനെ ഭയമില്ലാതെ അവരുമായിട്ട് പൊരുതാൻ മനഃശക്തി ഉള്ളവരുമായിരുന്നു. നെവർ മിക്സ് ബിസിനസ് വിത്ത് ഇമോഷൻസ്. എത്രമാത്രം അടുപ്പമുള്ളവരാണെന്ന് പറഞ്ഞാലും ആ ബന്ധവും ബിസിനസ്സും വേറെ വേറെ ആയിരിക്കണം. ഒരിക്കലും അത് തമ്മിൽ കലർത്തരുത്. ബിസിനസ്സിൽ നാം എടുക്കുന്ന തീരുമാനം എന്ത് തന്നെ ആയാലും അത് ബിസിനസ്സിനെ മാത്രം ബാധിക്കുന്നവയാകണം. അവിടെ വികാരങ്ങൾക്ക് സ്ഥാനമില്ല. ഇവിടെ പ്രൊഫസറും അയാളുടെ ടീമിലുള്ള ഓരോ അംഗങ്ങളോടും അത്രത്തോളം മാനസികമായിട്ട് അടുപ്പം വെച്ച് പുലർത്തിയിരുന്നു. എന്നാൽ അതിനെ അയാളുടെ പ്ലാനുമായിട്ട് കൂട്ടിക്കലർത്താൻ പ്രൊഫസർ തയ്യാറല്ലായിരുന്നു. വേണ്ട സന്ദർഭങ്ങളിൽ പ്ലാൻ തെറ്റിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ തന്നെ പ്രൊഫസർ നടപടിയെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യുവർ പർപ്പസ് ഹാസ് ടു ബി ബിഗർ ദാൻ യുവർ കോമ്പറ്റീറ്റേഴ്സ്. പ്രൊഫസറിന്റെ പ്ലാനുകൾക്കെല്ലാം പിന്നിലെ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. വളരെയധികം തല പുകഞ്ഞ് ചിന്തിച്ച്
ഉണ്ടാകാവുന്നതിൽ വെച്ച് എല്ലാ സന്ദർഭങ്ങളും മനസ്സിലാക്കിയാണ് അയാൾ പദ്ധതിയിട്ടത്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ പാളിച്ചകൾ പറ്റാനുള്ള അവസരം വളരെ കുറവായിരുന്നു. എന്ന് വെച്ചാൽ അയാളുടെ പ്ലാനുകളിൽ 100% ആത്മാർത്ഥതയും പ്രൊഫസർ കൊടുത്തിരുന്നു. ഈ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. നമ്മുടെ മത്സരാർത്ഥികളെക്കാളും എപ്പോഴും ആകാംക്ഷ ആ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല ആ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ അതേ വികാരം തന്നെ കൂട്ടാളികൾക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് കൂട്ടാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ അന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓൾവേസ് ഹാവ് ദി എൻഡ് കോൾ ഇൻ മൈൻഡ് ആൻഡ് പ്ലാനിങ് ഈസ് കീ. കൂട്ടത്തിലെ ഓരോ ആളുകൾക്കും അവരുടെ ചുമതല എന്താണെന്നും എന്താണ് അവരുടെ ലക്ഷ്യം എന്നതെന്നും കൃത്യമായിട്ട് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ ജോലികൾ കൃത്യമായിട്ട് തന്നെ ഇതിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ലീഡർ എന്ന നിലയിൽ ഇവിടെ പ്രൊഫസറും കൃത്യമായിട്ട് തന്നെ അയാളുടെ ജോലിയൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. തളർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ തന്നെ കൂട്ടാളികൾക്ക് ഊർജം പകരാനും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ചിന്തിച്ച് അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുത്ത് തൻ്റെ ടീമിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അത് നേരിടാൻ വേണ്ടി അവരെ തയ്യാറാക്കുന്നതിൽ നിന്നും ഒരു നേതാവ് എന്ന സ്ഥാനത്ത് ഇരിക്കാൻ എന്തുകൊണ്ടും അർഹതയുള്ള ആളാണ് പ്രൊഫസർ എന്ന് നമുക്ക് മനസ്സിലാകും. ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം മാത്രമേ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പദ്ധതികൾ ഉണ്ടാക്കി എടുക്കാനൊക്കെ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അയാളുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരും പ്രൊഫസറിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. സ്റ്റിക്ക് ടു ദി പ്ലാൻ. ഈ ടീമിൽ ഏറ്റവും കൂളായി നിൽക്കുന്നത് പ്രൊഫസറാണെന്ന് നമുക്ക് പല സീനുകളിൽ നിന്നും കാണാൻ പറ്റും. പല സന്ദർഭങ്ങളിലും കൂട്ടാളികളുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോൾ അതിനെ അധികം ടെൻഷനൊന്നും അടിക്കാതെ ഫുൾ കോൺഫിഡൻസോട് കൂടി അടുത്ത പ്ലാനുകൾ ഇട്ട് താങ്കൾക്ക് അനുകൂലമായ സന്ദർഭങ്ങളാക്കി മാറ്റുന്നതിൽ പ്രൊഫസറിന് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊഫസറിനോട് എതിർത്ത് സംസാരിക്കാൻ ആർക്കും തോന്നുകയില്ല. അയാൾ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കാൻ അത്രയേറെ ബോൾഡായ ആളുകൾക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ പ്ലാനുകളിൽ നിന്നും ടീമിലുള്ള ആളുകളുടെ ശ്രദ്ധ വഴിമാറി പോകാതിരിക്കാനും അയാൾ ശ്രദ്ധിച്ചിരുന്നു. ഒരു നേതാവിൻ്റെ ചുമതലയും അത് തന്നെയാണല്ലോ. ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് അതിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ തൻ്റെ ടീം മെമ്പേഴ്സ് ചെയ്യുന്നുള്ളൂ എന്ന് അയാൾ എപ്പോഴും ഉറപ്പുവരുത്തിയിരുന്നു. ഗെയിം ഓഫ് ചെസ്. പ്രൊഫസർ നല്ലൊരു ചെസ് കളിക്കാരനെ പോലെയായിരുന്നു കേട്ടോ. ആദ്യം അയാളുടെ നീക്കം നടത്തും. അതിൽ നിന്ന് എതിരാളിയെ എന്തൊക്കെ കാര്യങ്ങളാണ് ചൊടിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. അങ്ങനെ ഓരോ ആളുകളുടെയും സ്വഭാവം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം അയാളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ തുടങ്ങും. ഇതിനിടയിൽ എതിരാളി മനസ്സിൽ പോലും കരുതാത്ത തരത്തിലുള്ള സർപ്രൈസുകളും പ്രൊഫസർ അവർക്കായിട്ട് കരുതി വെച്ചിരിക്കും. ഇതുപോലെ തന്നെ നല്ലൊരു നേതാവിനും തൻ്റെ ലക്ഷ്യം എന്താണെന്നും അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുമൊക്കെ നല്ല ഒരു ധാരണ ഉണ്ടായിരിക്കണം. വ്യക്തമായി തന്നെ തൻ്റെ ബിസിനസ് പ്ലാൻ എന്താണെന്നും അതിലേക്ക് എത്താനായിട്ട് ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും ഒരു ലീഡർ അയാളുടെ ടീം മെമ്പേഴ്സിന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ അവർക്ക് വേണ്ട പ്രചോദനവും പരിശീലനങ്ങളും എല്ലാം ഈ ലീഡർ തന്നെയാകണം കൊടുക്കേണ്ടത്. കഠിനമായിട്ടുള്ള സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ അവരെ മുന്നിൽ നിന്നും തളരാതെ നയിക്കാനുള്ള ധൈര്യവും ഒരു ലീഡറിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. പ്രഷർ മാനേജ്മെന്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്. അമിതമായ പ്രഷർ വരുന്ന സിറ്റുവേഷനിലും അതല്ല ടീം അംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ച വരുന്ന സമയങ്ങളിലാണെങ്കിലും ഇമോഷൻസ് കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതെ ആ സിറ്റുവേഷൻ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഒരു ലീഡറിന് വേണ്ട ഒന്നാണ്. ആ സമയത്താകണം അവരുടെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ പുറത്തെടുക്കേണ്ടത്. പ്രൊഫസറിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ഇതുപോലുള്ള സിറ്റുവേഷൻസുകൾ പ്രൊഫസർ വളരെ വൃത്തിയായിട്ട് തന്നെ മാനേജ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ അയാൾ ഒരു ലീഡർ എന്നതിനുപരി അവരുടെ എല്ലാം ഒരു മെന്റർ പോലെയായിരുന്നു. ആ ടീമിനെ അകലാതെ പിടിച്ചു നിർത്തുന്ന ഒരു കാന്തിക വലയം പോലെയായിരുന്നു പ്രൊഫസർ. ടീമിലുള്ള ആളുകളെല്ലാം പ്രൊഫസറിനെ അനുസരിക്കുമായിരുന്നു. അയാളെ പിണക്കാൻ ആരും തയ്യാറല്ലായിരുന്നു. യു ഡോണ്ട് നീഡ് ടു ബി ലൗഡ് ടു ബി ഹേർഡ്. നമ്മുടെ സംസാരം മറ്റുള്ളവർ കേൾക്കാനും അത് ശ്രദ്ധിച്ച് അനുസരിക്കാനും നമ്മൾ ഒരിക്കലും ശബ്ദം ഉയർത്തേണ്ട ആവശ്യമില്ല. പയ്യെ പറഞ്ഞാലും നമുക്ക് മറ്റുള്ളവർ വില തരുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും കേൾക്കുക തന്നെ ചെയ്യും. പ്രൊഫസറിൽ നിന്നും ഇതേ കാര്യം തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും. കാരണം ആ സീരീസിൽ എവിടെയും പ്രൊഫസർ അയാളുടെ ടെമ്പർ വിട്ട് ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് കാണാൻ കഴിയില്ല. കാരണം അയാൾ എങ്ങനെ പറഞ്ഞാലും അയാളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൊടുക്കുന്നുണ്ടായിരുന്നു. അയാളുടെ അറിവും ഓരോ കാര്യങ്ങളിലുമുള്ള ജ്ഞാനവും ഒക്കെ കൊണ്ടാണ് ആളുകൾ അയാളെ കേൾക്കുന്നത്. ഇതുപോലെ തന്നെ ആകണം നമ്മളും. നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളവർ നമുക്ക് വില തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വില നമ്മൾ തന്നെ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അത് എങ്ങനെ ചെയ്യുമെന്ന് ആലോചിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം ഈ ചാനലിൽ ഇതിന് സഹായകരമാകുന്ന തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. വിൻ ഓർ ലോസ് ഓൺ ഇറ്റ്.
പ്രൊഫസർ അയാളുടെ വിലപ്പെട്ട സമയവും അതിലേറെ എഫേർട്ടും ഇട്ടാണ് ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുത്തത്. നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നെങ്കിലും അയാൾ അതിനെയെല്ലാം മറികടന്ന് തനിക്ക് വേണ്ടത് നേടുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിലും ചെയ്യേണ്ടത്. കൃത്യമായുള്ള ഒരു പ്ലാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അത് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളെ കൊണ്ട് കൃത്യമായിട്ട് മേൽനോട്ടം വഹിച്ച് ചെയ്യിപ്പിച്ച് എടുക്കണം. ഓർക്കുക, നിങ്ങളുടെ ടീമിനെ കൊണ്ട് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾ നല്ലൊരു നേതാവാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു ബോസ് മാത്രമായിരിക്കും. ടൈം ഈസ് മണി. പൈസ വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്. എന്നാൽ അതിനേക്കാൾ വിലപിടിപ്പുള്ളതാണ് സമയം എന്ന് പറയുന്നത്. ഇത് പ്രൊഫസറിന് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ ചില കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രിക്കുകൾ ഉപയോഗിച്ച് കൂടുതൽ സമയം എതിരാളികളിൽ നിന്ന് വാങ്ങിയിട്ട് ആ പ്രശ്നം മറികടക്കാനുള്ള കൗണ്ടർ പ്ലാൻ ക്രിയേറ്റ് ചെയ്തു കൊണ്ടുവരുന്നതും ഈ സീരീസിൽ പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഒരു ലീഡറിനെ കൃത്യസമയത്ത് അതിൻ്റേതായിട്ടുള്ള തരത്തിൽ വേണ്ട രീതിയിലുള്ള നീക്കങ്ങൾ നടപ്പിലാക്കാനും കൂട്ടത്തിൽ ഉള്ളവർക്ക് പ്രചോദനം പകർന്നു നൽകാനും കൃത്യമായ പരിശീലനങ്ങൾ നൽകാനും ഒക്കെ അറിഞ്ഞിരിക്കണം. കൊറോണ കാലത്ത് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ടി വന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഒരു വലിയ ശതമാനം മനുഷ്യർക്കും വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയാതെ ശ്വാസം മുട്ടിയിരുന്ന അവസ്ഥയിൽ കുറച്ചു നേരമെങ്കിലും അതൊക്കെ മറന്ന് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ആശ്വാസം നൽകിയതിന് പിന്നിൽ മണി ഹീസ്റ്റ് എന്ന വെബ് സീരീസ് ഇന്നും അതിലെ ഓരോ ക്യാരക്ടേഴ്സിനുമുള്ള പങ്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്, അല്ലേ? ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിയുമെന്ന് കാണിച്ചു തരികയാണ് പ്രൊഫസർ. പല സമയങ്ങളിലും എല്ലാം കൈവിട്ടു പോകുമെന്ന സന്ദർഭങ്ങൾ ഉണ്ടായപ്പോഴും തൻ്റെ കൂട്ടാളികളെ വേണമെങ്കിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാനുള്ള അവസരം തനിക്കുണ്ടായിരുന്നിട്ടും അതിനൊന്നും കൂട്ടാക്കാതെ പഴയതിലും കൂടുതൽ ശക്തിയിൽ തിരിച്ചു വരാൻ പ്രൊഫസർ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. തൻ്റെ പ്ലാനിങ്ങിൽ ഉള്ള കോൺഫിഡൻസ് ആയിരുന്നു അയാളുടെ ധൈര്യമെന്ന് പറയുന്നത്. ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ പോലും ഒളിഞ്ഞു പോയേക്കാവുന്ന ഒരു കാര്യത്തെ ഇത്രയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പ്രൊഫസറിനെ പോലെ നല്ലൊരു നേതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരോടായിട്ട് ബ്രെയിൻ മീഡിയയ്ക്ക് ഒന്നേ പറയാനുള്ളൂ. ആകുന്നെങ്കിൽ പ്രൊഫസറിനെ പോലൊരു നേതാവാകുക. കയ്യൊക്കെ കൊണ്ടോ പണം കൊണ്ടോ അല്ല റെസ്പെക്റ്റ് നേടിയെടുക്കേണ്ടത്, നിങ്ങളുടെ അറിവുകൾ കൊണ്ടാകണം. കൈക്കരുത്തിനേക്കാൾ നേട്ടം എത്തിച്ചു തരുന്നത് ബുദ്ധിശക്തിക്കായിരിക്കും. പ്രൊഫസറിന്റെ പ്ലാനിംഗ് രീതികൾ മനസ്സിലാക്കി പഠിച്ച് പ്രാവർത്തികമാക്കിയാൽ അത് നിങ്ങളെ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിക്കും. ഓർക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുകയാണ്. ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.